എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെയാണ് എൻ്റെ വീഡിയോ ആദ്യം കാണുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ആദ്യം സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. കമന്റ് ചെയ്യുമ്പോഴത്തേക്ക് എന്താണ് ഞാൻ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ എൻ്റെ വീഡിയോ എങ്ങനെ ക്വാളിറ്റി ഉള്ളതാണോ, അല്ലെങ്കിൽ ഞാൻ എന്തൊക്കെ കണ്ടന്റ് പറയുമ്പോൾ ഇന്ന് ശ്രദ്ധിക്കണം എന്നൊക്കെ കാര്യങ്ങൾ നിങ്ങൾ പറയാൻ മറക്കരുത് കേട്ടോ. അതൊക്കെയാണ് മെയിനായിട്ട് പറയേണ്ടത് കമന്റ് ചെയ്യുമ്പോൾ. അപ്പോൾ ഞാൻ ആദ്യമായിട്ട് പറയാൻ പോകുന്നത് വെച്ചാൽ നമ്മുടെ മോർണിംഗ് ആക്ടിവിറ്റി പറ്റിയാണ്. മോർണിംഗ് ആക്ടിവിറ്റിയിൽ നിന്ന് നമ്മളെ ബിഗ് ബോസ് കൊടുത്ത ടാസ്ക് എന്ന് പറയുന്നത്, നമ്മൾ ഒരു ബിഗ് ബോസ് ഷോയിൽ നമ്മൾ വിന്നറായി കഴിയുമ്പോൾ നമുക്ക് എന്താണ് ആ സമയത്ത് നമുക്ക് തോന്നുന്നത്, എന്നിട്ട് ഒരാളെ റണ്ണറപ്പായിട്ട് നമ്മൾ വിളിക്കുക, തീരുമാനിക്കുക എന്നാണ് നമ്മുടെ ബിഗ് ബോസ് കൊടുത്ത ടാസ്ക്. ആ ടാസ്ക് എല്ലാവരും ഭംഗിയായിട്ട് തന്നെ ചെയ്തു. പക്ഷെ എനിക്ക് കുറച്ച് ഓവറായിട്ട് തോന്നിയത് ആ വാണം പെണ്ണ് നന്ദനയുടെ കുറിച്ചാണ്. ഭയങ്കര ഓവറായിരുന്നു. അതായത് ഒരാൾക്ക് നമുക്ക് അഭിനയിക്കാൻ പറ്റും, അത് കരഞ്ഞുകൊണ്ടൊക്കെ അഭിനയിക്കുക. ഇനിയിപ്പോ ഈ കൊച്ചിനി ഒരു ഉദാഹരണത്തിന് ഇപ്പം ബിഗ് ബോസിന്റെ ഒരു വിന്നറായി എന്ന് വിചാരിക്കുക, ഇതും അവിടെ പോയി അഭിനയിച്ച് കരയും ചിലപ്പോൾ, പറയാൻ പറ്റില്ല. ഇന്ന് അതേപോലെ തന്നെ കാണിച്ചത്. പക്ഷെ അൻസിബയും കാണിച്ചത് നന്നായിട്ടുണ്ടായിരുന്നു. പുള്ളിക്കാരത്തി കാണിച്ചൊന്നും കുഴപ്പമില്ല. പക്ഷെ ആക്ടിങ് ഇച്ചിരി ഓവറായോ എന്നൊരു സംശയം എനിക്ക് തോന്നിട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ടാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ജാസ്മിൻ ഒരു ജോലി അവിടെ ചെയ്യൂല. എപ്പോഴും ഗബ്രി. ഇവന് ഈ പെണ്ണിന് വേറെ തലയ്ക്ക് ഭ്രാന്താണെന്ന് തോന്നുന്നു. ഈ ഗബ്രി ഇഷ്ടമല്ലെന്നും പറയും, ഇഷ്ടമാണെന്നും പറയും. മേ ബി ഇഷ്ടമാണ് അല്ലെങ്കിൽ ഇഷ്ടമല്ല. ഇതെന്താണിത്? ഒരു ക്ലാരിറ്റി എന്ന് പറഞ്ഞ സാധനത്തിനെ പിടിച്ചിട്ട് ചുമ്മാ നടക്കണം. എനിക്ക് ക്ലാരിറ്റി ഉണ്ടെങ്കിൽ ഇത് ക്ലാരിറ്റി ഇല്ലാതെ, അവള് ക്ലാരിറ്റി ഉണ്ടെങ്കിൽ ക്ലാരിറ്റി എനിക്ക് പറ്റൂല, ക്ലാരിറ്റി വേണം എനിക്ക്. എന്താണിത്? ഈ ഒരു ദിവസത്തെ എപ്പിസോഡ് ഇത് സംരക്ഷണം ചെയ്യുമ്പോൾ ബിഗ് ബോസ് കൂടുതൽ ടൈം കാണിക്കുന്നത് ഇവരുടെ ഒരു സംഭവമാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇത് എന്തിനാണ് കണ്ടന്റ് തരണം എന്ന് പറഞ്ഞിട്ട് ചുമ്മാ ആൾക്കാരെ വെറുപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ബിഗ് ബോസ്. മാത്രമേ എനിക്കിപ്പോൾ പറയാൻ പറ്റുള്ളൂ. ഒരു ജോലി ചെയ്യാണ്ട് ഇങ്ങനെ നടന്ന് എപ്പോഴും പോയി ഗബ്രിയുടെ അടുത്ത് പോയി. ഈ ഗബ്രി എന്നൊരു പേര് കേൾക്കുമ്പോഴേ ചിരി വരുവാണ്. എന്തോന്ന് പേര് ഗബ്രി. ഗബ്രിയുടെ കാലിനടുത്ത് പോയി ഇരുന്നിട്ടാണ് ഇവള് സംസാരിക്കുന്നത്. എപ്പോഴും ഇത് തന്നെയാണ്. എനിക്ക് ക്ലാരിറ്റി വേണം, എനിക്ക് എപ്പോഴും ഒരു ക്ലാരിറ്റി വേണം എന്നാണ് പറയുന്നത്. എപ്പോഴും ക്ലാരിറ്റി വേണം. അത് ഇത് പറഞ്ഞിട്ട് കാര്യമില്ല. ഇനിയിപ്പം ഇത് നമ്മൾ സഹിക്കുക തന്നെ. കാരണം ബാക്കിയുള്ള നമ്മുടെ ഒരു സിബിയും പോയി, പൂജ പോയി, അങ്ങനെ മെയിൻ ആൾക്കാരൊക്കെ പോയി കഴിഞ്ഞിരിക്കുകയാണ്. പിന്നെ നമ്മൾ സഹിച്ചേ പറ്റുള്ളൂ. അല്ലാതെ വേറെ വഴി നമുക്കില്ല ഇതിൽ. അത് കഴിഞ്ഞ് ബിഗ് ബോസ് കൊടുത്തൊരു ടാസ്ക്കാണ്. നമ്മളെ ഈ ബിഗ് ബോസ് വിളിക്കുന്ന ഒരാള് നേരെ വന്നിട്ട് ആ ഹൗസിൽ തന്നെ മറ്റൊരാളെ ഇമിറ്റേറ്റ് ചെയ്യുക എന്നുള്ളത്. അതിന് ഇമിറ്റേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സെലക്ട് ചെയ്ത ആള് ശ്രീരേഖ ആയിരുന്നു. ശ്രീരേഖ ഇമിറ്റേറ്റ് ചെയ്യാൻ വേണ്ടി ഉദ്ദേശിച്ച ആള് റസ്മിൻ ആയിരുന്നു. അതിഗംഭീരമായിട്ടെന്ന് വെച്ചാൽ അതിഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. കാരണം രശ്മിന്റെ ചില മാനിഫെസ്റ്റങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ പുള്ളിക്കാരത്തി ചെയ്തു. എപ്പോഴും എല്ലായിടത്തും പോയി ഒരു അമിതമായിട്ടുള്ള ഒരു കെയറിങ് കൊടുക്കുന്നു, കാണിക്കുന്നു ഒക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ റസ്മിനും അതുപോലെ ഒരു തമാശയായിട്ട് തന്നെയാണ് പുള്ളിക്കാരത്തി. അത് കഴിഞ്ഞിരിക്കുമ്പോഴാണ് നമ്മുടെ ബിഗ് ബോസ് അനൗൺസ്മെന്റ് ചെയ്യുന്നത്, നമ്മുടെ ഹൗസിൽ നിന്നും നമ്മുടെ സിബിനും പൂജയും കിറ്റ് ചെയ്ത കാര്യം പറയുന്നുണ്ട്. അത് എല്ലാവർക്കും വിഷമമുണ്ടാക്കിയെന്ന് അവരുടെ മുഖങ്ങളിൽ കാണിക്കുന്നുണ്ട്. പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിൽ ചെറിയ സന്തോഷമൊക്കെ ഉണ്ട് കേട്ടോ. കാരണം അങ്ങനെയാണല്ലോ. കാരണം മെയിനായിട്ട് നിന്ന ഒരാൾ ഔട്ടായി പോകുമ്പോൾ എല്ലാവർക്കും സന്തോഷമാണല്ലോ. അപ്പോൾ ഒരാൾ കുറഞ്ഞ് കിട്ടിയെന്നുള്ളൊരു മനോഭാവമായിരിക്കും എല്ലാവർക്കും. പക്ഷേ നമ്മൾ പുറത്ത് കാണിക്കാൻ പാടില്ല. പുറത്ത് എക്സ്പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ പുറത്തുള്ള ആൾക്കാർ ഇപ്പോൾ ഇല്ല, അവന് ഭയങ്കര അഹങ്കാരമല്ല, അവൻ പോയപ്പോൾ കിടന്ന് ചിരിക്കുന്നു എന്ന് പറയും. അതുകൊണ്ട് ആരും അങ്ങനെ അയ്യോ എൻ്റെ ഗബ്രി പോയി, ഗബ്രി അല്ല എൻ്റെ സിബിൻ പോയി, പൂജയും പോയി, എല്ലാം പോയി, ഇങ്ങനെയൊക്കെ പറയേണ്ട കാര്യമൊന്നുമില്ല. ഓക്കെ ശരി, കഴിഞ്ഞു എന്നുള്ളതിൽ നിൽക്കണം. പക്ഷേ പോയത് ഭയങ്കര ഒരു മിസ്സിംഗ് ആണ്. എല്ലാവരെ സംബന്ധിച്ചും ഭയങ്കര മിസ്സിംഗ് ആണ് പുള്ളിക്കാരൻ പോയത്. കാരണം ഡിസേർവ്ഡ് ആയിട്ടുള്ള ഒരാളായിരുന്നു പുള്ളി. അപ്പോൾ അത് നഷ്ടപ്പെട്ടതിൻ്റെ ഒരു ചെറിയ ബുദ്ധിമുട്ടും എല്ലാവർക്കും ഉണ്ടാവും. മേ ബി നമുക്കും ഉണ്ട്. ഈ ജാസ്മിൻ ഇങ്ങനെ ബെഡിൽ കിടക്കുന്ന സമയത്ത് ഗബ്രി വീണ്ടും കുറി വരെയാണ് ഈ കോഴി കറങ്ങുമ്പോൾ കിടന്ന്. കോഴി എങ്ങനെ കറങ്ങുന്നു അതേപോലെ കിടന്ന് കറങ്ങോ. എന്ത് മനുഷ്യനാണ് ഇയാൾ? ഇയാൾക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ കളഞ്ഞിട്ടങ്ങ് പോണോടെ. എന്തോന്നാണ് ഇത്? വെറുപ്പിന്റെ അങ്ങേയറ്റം എന്തോന്നാവാം, വീണ്ടും വെറുപ്പിന്നാവും, അല്ലാതെ വേറെ ഒന്നും ആവില്ല. ജാസ്മിൻ വീണ്ടും പറയുവാണ് ക്ലാരിറ്റി വേണം. എന്തിനാ ക്ലാരിറ്റി? ഇഷ്ടമില്ല എന്ന് പറഞ്ഞു പോയ ഒരു കാര്യത്തിന് പിന്നെ വീണ്ടും ഈ ക്ലാരിറ്റി വേണം. എനിക്ക് ഇഷ്ടമാണ്, പ്രണയാണ്, ഇത് ഇഷ്ടമല്ല, പ്രണയാണ്, ഇഷ്ടമാണ്, പ്രണയാണ്. ഇതെന്താണിത്? ഒരു പിടിയില്ലാത്തൊരു സംഭവമാണ് ഇവർ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അതിൽ വേറൊരു കാര്യം എന്ന് വെച്ചാൽ, ഈ ജാസ്മിനും ഗബ്രിയും കൂടി സംസാരിക്കുന്ന കൂട്ടത്തിൽ തന്നെ തൊട്ടപ്പുറത്തെ സൈഡിൽ നിന്നിട്ട് നമ്മുടെ സിജോയും നമ്മൾ അർജുനും സംസാരിക്കുന്നത്. എനിക്കത് കണ്ടപ്പോൾ ദൃശ്യം സിനിമയിൽ മറ്റേ നമ്മുടെ പോലീസ് വിളിച്ചുകൊണ്ട് പോയി കഴിയുമ്പോഴത്തേക്കും മോഹൻലാൽ മക്കളോട് പറയുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യണം എന്നൊക്കെയുള്ളത്. അതാണ് സത്യം പറഞ്ഞാൽ എനിക്ക് ഓർമ്മ വന്നതായിട്ട്. അത് കഴിഞ്ഞ് നമ്മുടെ അവളെ പേരെന്തോ റസ്മിൻ പോയി ബിഗ് ബോസിനോട് കംപ്ലൈന്റ് പറയും. ബിഗ് ബോസ്, എനിക്ക് ഒറ്റ സംസാരിക്കണം, ഞാൻ എല്ലാവരെയും കേൾക്കാൻ വേണ്ടി പോകുന്നുണ്ട്, പക്ഷെ ആരും എന്നെ കേൾക്കുന്നില്ല, എനിക്ക് പറയാൻ ആൾക്കാരില്ല, എനിക്കൊന്ന് കേൾക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ബിഗ് ബോസിന്റെ അടുത്ത് പോകണം. ഇതൊക്കെ വലിയ ഇഷ്യൂ ഉള്ള കാര്യമാണ്. ഇവള് സ്വന്തമായിട്ട് കളിക്കാൻ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ സ്വന്തമായിട്ട് കളിച്ചിട്ടങ്ങ് പോവാ. എന്നെ എല്ലാവരും കേൾക്കണം, എല്ലാവരുടെ കാര്യങ്ങളും ഞാൻ കേൾക്കുന്നുണ്ട്, എന്റെ കാര്യങ്ങൾ ആരും കേൾക്കുന്നില്ല. ഇതൊക്കെ പറയേണ്ട കാര്യമില്ലെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇതിന്റെ പറയേണ്ട ആവശ്യം എന്താണ്? അതിനുശേഷം ബിഗ് ബോസ് പറയുന്നുണ്ട്, നീ ഒറ്റയ്ക്ക് കളിക്കാൻ വന്നല്ലേ, ഇപ്പോൾ ഒറ്റയ്ക്ക് കളിക്കടേ. ശരി ബിഗ് ബോസ്, ഓക്കെ, ഖലാസ്, തീർന്നു. ഈ ജാസ്മിൻ ഗബ്രി ഇനി ക്ലാരിറ്റി എന്ന് പറഞ്ഞ വിഷയം മിണ്ടേ ചെയ്യരുത്. ഒരു മര്യാദയുണ്ട് ഈ ക്ലാരിറ്റി എന്നൊക്കെ പറഞ്ഞൊരു എപ്പിസോഡ് മുഴുവൻ ക്ലാരിറ്റി. വേറെ ഒന്നും ഇവർക്ക് പറയാനില്ല. ഇതിൽ ക്ലാരിറ്റി പറഞ്ഞാലും വീണ്ടും ക്ലാരിറ്റി.
ക്ലാരിറ്റിയാണ് ഇത് മുഖ്യം ബിഗില്. അതിനിടയ്ക്ക് ഈ ഗബ്രി ജാസ്മിന്റെ പേര് നെറ്റിയിൽ ഒട്ടിച്ചു നടക്കും ഇങ്ങനെ, ജാസ്മിൻ എന്ന് പറഞ്ഞിട്ട്. ഇവൻ പ്രാന്തനാണ്, ഈ പ്രേമം മൂത്ത് പ്രാന്തായി പോയെന്ന് പറയില്ലേ, അത് തന്നെയാണ് ഇവന്. പക്ഷെ എനിക്ക് ഇവന് ഒന്നും പുറത്ത് എക്സ്പ്രസ് ചെയ്യാനും വയ്യ, ഇങ്ങനെ നിൽക്കുകയാണ്. എനിക്ക് എന്തെങ്കിലും ഒന്ന് ചെയ്യണം, ജാസ്മിനെ വേണം, ഗെയിമും വേണം, ജാസ്മിനെ വേണം, ഗെയിമും വേണം. ഒരു വൃത്തിയായിട്ട് നാറി. അതിനുശേഷം ടാസ്ക് ആണ്, പവർ റൂമിലേക്ക് കയറാനുള്ള ടാസ്ക് ആണ് ബിഗ് ബോസ് കൊടുത്തത്. ടാസ്ക് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ എല്ലാ വർഷവും കാണുന്ന പോലെ തന്നെ ഒരു ടാസ്ക് ആണ്. അതായത് നമ്മൾ ഒരു ജാക്കറ്റ് ഇടിപ്പിച്ചിട്ടുണ്ടാവും, ആ ജാക്കറ്റിന്റെ പുറകിൽ ഒരു സംഭവം കൊണ്ട് പിടിപ്പിക്കുക, അതായത് ഇവരുടെ ദേഹത്ത് പിടിപ്പിക്കുക, എന്നിട്ട് ഓടുക. ഇതാണ് എൻ്റെ ഇത്. ഇപ്പം പവർ റൂമിൽ വന്നേക്കുന്നത് ഗബ്രിയും പിന്നെ ഋഷി, ബാക്കി ആ മെമ്പേഴ്സും, പിന്നെ അതിനുശേഷം ഇപ്പുറത്തെ ഡെന്നിൽ വന്നേക്കുന്നത് നമ്മുടെ ജാസ്മിൻ, ജിൻഡോ, അൻസിബ. ഈ 3 പേരാണ് നമ്മൾ ഡെൻ ടീമിൽ വന്നിരിക്കുന്നത്. ഇതിൽ ഏറ്റവും കൂടുതൽ ഈ രണ്ട് ടീമും നന്നായിട്ട് കഷ്ടപ്പെട്ടു, നന്നായിട്ട് ഒരു നല്ല രീതിയിൽ തന്നെ ഗെയിം കളിച്ചു. പക്ഷേ ഫസ്റ്റ് ഗെയിമിൽ ജിൻഡോ ചെറിയെന്തോ ഒരു മിസ്റ്റേക്ക് കാണിച്ചു. ആ മിസ്റ്റേക്കിന്റെ അടുത്ത മിസ്റ്റേക്കായിട്ട് ഗബ്രി കാണിച്ചു. രണ്ടാമത്തെ സ്റ്റേജിൽ ഗബ്രി കാണിച്ചു. അല്ലെങ്കിൽ ഗബ്രി കാണിച്ചതിന് ശേഷം രണ്ടും കൂടി പിടിയും വലിയും മീൻസ് രണ്ടും കിടന്ന് തമ്മിൽ തല്ലുന്ന സമയത്ത് ബിഗ് ബോസ് അനൗൺസ്മെന്റ് ചെയ്യുന്നുണ്ട്, ആക്രമണം പാടില്ല. ആര് മൈൻഡ് ചെയ്യാൻ? വീണ്ടും പറയണം, ആക്രമണം പാടില്ല. അപ്പൊ ആരും മൈൻഡ് ചെയ്യില്ല. പുല്ലുവില, ബിഗ് ബോസിന്റെ പുല്ലുവില. മറ്റേ മുകേഷ് പറയുന്ന പോലെ മയിര് വിലയിലോട്ടാ തരുന്നത് എനിക്ക് എന്ന് പറയുന്ന പോലെ എനിക്ക് അപ്പൊ ഫീൽ ചെയ്തത്. എന്നിട്ട് രണ്ടുപേരും പിടിച്ച് 2 മുറിയായിട്ട് പൂട്ടാനെന്ന്. ബിഗ് ബോസിന്റെ ഒക്കെ ഗതികേട്. അങ്ങനെ ഈ ഒരു പ്രശ്നം കാണാൻ രണ്ടാമത്തെ റൗണ്ട് ഉപേക്ഷിച്ചു കഴിഞ്ഞതിന് ശേഷം 3ാമത്തെ റൗണ്ടിലോട്ട് പോവുകയാണ് ചെയ്തത്. 3ാമത്തെ റൗണ്ടിലും ഇങ്ങനെ ജാസ്മിൻ നല്ല രീതിയിൽ കഷ്ടപ്പെട്ടു. അത് എടുത്ത് പറയേണ്ട ഒന്നാണ്. ജാസ്മിൻ ആയാലും ഗബ്രി ആയാലും പിന്നെ നമ്മുടെ ജിൻഡോ, പിന്നെ ശരണ്യ, ഇവരെ 4 പേര് നല്ല കഷ്ടപ്പെട്ടു. അവസാനം ജാസ്മിന് ഒട്ടും ശ്വാസം എടുക്കാൻ പറ്റാത്ത അവസ്ഥകളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. കാരണം അത്രയ്ക്കും എഫേർട്ടാണ് പുള്ളിക്കാരത്തി എടുത്തത്. പക്ഷേ ഇതിൽ ഒരു പേഴ്സണൽ ഗ്രഡ്ജ് വെച്ച് കളിച്ചത് നമ്മുടെ ഗബ്രിയാണ്. പുള്ളിക്കാരനോട് എന്തും കാണിക്കാന്നുള്ളൊരു ഇതാണ് കെപ്രി അറിയാലോ, കെപ്രിക്ക് അവിടെ എന്തും കാണിക്കാന്നുള്ളതിലാണ്. പക്ഷേ ലാസ്റ്റ് കാണിച്ച ഒരു തെണ്ടിത്തരാണ്. കാരണം ഗബ്രി പിടിച്ചു വെച്ചപ്പോഴാണ് ജിൻഡോ മറ്റേ നമ്മുടെ ശരണ്യ ദേഹത്ത് ഒട്ടിക്കാൻ ശ്രമിച്ചപ്പോഴത്തേക്ക് അവിടെ ഡാമേജസ് വന്നു, സാധനങ്ങൾ പൊട്ടിപ്പോയി. അപ്പോൾ ഡാമേജസ് ഒക്കെ വന്നപ്പോഴത്തേക്കും ബുദ്ധിമുട്ടായി. പക്ഷേ ഇതിന്റെയൊക്കെ എൻഡിൽ വിന്നറായതും വീണ്ടും പവർ ടീം തന്നെയാണ്. അപ്പോൾ ഇത്രയൊക്കെ പറയാനുള്ളൂ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെയും ബൈ. അതിന് മുമ്പായിട്ട് ഈ ചാനൽ ഫസ്റ്റ് ടൈമാണ് കാണുന്നതെങ്കിൽ വീണ്ടും പറയണം, സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ, കമന്റ്. ഓക്കെ.